കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് കർത്താവിൻ്റെ വചനവുമായി ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി തന്ന മനോഹരമായ സമയവും സന്ദർഭവുമാണ്. ദീർഘമായ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയുടെയും നാളുകളൊക്കെ കഴിഞ്ഞു. 50 ദിവസം പ്രത്യേകമായ വ്രതാനുഷ്ഠാനങ്ങളോടെ ദൈവസന്നിധിയിൽ കഴിഞ്ഞവരുണ്ട്. അത് വളരെ ഭക്തി നിർഭരമായി ആ കാര്യങ്ങൾ പിന്തുടർന്നവരുണ്ട്, പാലിക്കാത്തവരും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ദിവസങ്ങളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ സമാപന നാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിൻ്റെ തൻ്റെ ക്രൂശീകരണത്തെ തുടർന്ന് പാതാള പർദീസായിൽ ചെന്ന് വിശുദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട്, അവരുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചത്, ഒടുവിൽ അവൻ കല്ലറകളെ വിട്ടത്, കർത്താവിൻ്റെ പുനരുത്ഥാനം, ഈ കാര്യാദികളെല്ലാം ഓർത്തും ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ചെലവിട്ട നാളുകളായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ. കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മൾക്ക് വേണ്ടി അടക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ, ഇന്നത്തെ നമ്മുടെ പ്രസംഗം വൃഥ, നമ്മുടെ കേൾവി വൃഥ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പോലും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. കർത്താവ് ഒരു മതസ്ഥാപകനല്ല, കർത്താവ് മതം സ്ഥാപിക്കാൻ വന്നവനുമല്ല, നമ്മൾക്കതറിയാം. കർത്താവ് പാപികളുടെ വിമോചനത്തിന് വേണ്ടി കടന്നു വന്നു. പിശാചിന്റെ അടിമനുഖത്തെ ഒടിച്ചു കളഞ്ഞ് ആത്മാക്കളെ വിടുവിച്ച് അനേകരെ നിത്യതയിലേക്ക് എത്തിക്കാൻ, നിത്യജീവൻ കൊടുക്കാൻ, നിത്യനായ പിതാവിന്റെ നിത്യനായ പുത്രൻ ഈ യാവനീ മുഖത്ത് ആഗതനായി അതിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ ഓർത്തെടുത്ത് ചിന്തിച്ച് ധ്യാനിക്കുന്ന വ്യക്തികളും സഭകളും കുടുംബങ്ങളുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പീഡാനുഭവത്തിൻ്റെ ആഴ്ചകൾ തുടർച്ചയായി ആ ഭാഗങ്ങൾ ധ്യാനിച്ചവരും ചിന്തിച്ചവരുമുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ആത്മീക ജീവിതത്തിന് ചൈതന്യം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മകളെ അവഗണിക്കേണ്ട, ഓർക്കുക, സ്തോത്രം ചെയ്യുക. പ്രിയ ദൈവമക്കളെ, നാം യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ ചിന്തകളിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി യോശുവയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ആത്മീക ചിന്തകളായിരുന്നല്ലോ. കർത്താവിന്റെ സങ്കേത നഗരങ്ങളെ കുറിച്ച് നാം കേട്ടു. സങ്കേത പട്ടണങ്ങൾ അന്ന് പറഞ്ഞതിൽ ഒരു സങ്കേത പട്ടണം പറയാതെ വിട്ടു. 4-ാമത്തെ സങ്കേത നഗരം ബസർ, അതിൻ്റെ അർത്ഥം കോട്ട എന്നാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ഒരു കോട്ടയാണ്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ കുറിച്ച്
അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമാണ്. ബേസർ എന്ന വാക്കിന്റെ അർത്ഥം കോട്ട എന്നാണ്. ഇത് 4ാമത്തെ സങ്കേത നഗരമാണ്. അത് എന്തിനെ കാണിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് സങ്കേത പട്ടണങ്ങളെ കുറിച്ചായിരുന്നല്ലോ. എന്തിനാണ് സങ്കേത പട്ടണം? ഒരു രക്തപ്രതികാരകൻ നമുക്ക് പിന്നാലെ ഉള്ളപ്പോൾ ഓടിച്ചെന്ന് രക്ഷപ്പെടാൻ യോർദാൻ അക്കരെ 3 യോർദാൻ ഇക്കരെ 3 12 ഗോത്രങ്ങൾക്ക് 6 സങ്കേത പട്ടണങ്ങൾ ഉണ്ടാക്കി. ഈ 6 സങ്കേത നഗരങ്ങളും 6 മേഖലകളിലായി വിന്യസിക്കപ്പെട്ടു. ദേശത്തിന്റെ ഏതു ഭാഗത്തേക്ക് യാത്ര ചെയ്താലും, ഏതു ഭാഗത്തുനിന്ന് യാത്ര ചെയ്താലും സങ്കേത പട്ടണത്തിലെത്താൻ 6 മണിക്കൂർ യാത്ര ചെയ്താൽ മതിയായിരുന്നു. അത്രമാത്രം അടുത്ത പ്രദേശത്തായി സങ്കേത പട്ടണങ്ങൾ തീർത്തു. ആർക്കും ഓടിച്ചെന്ന് രക്ഷപ്പെടാം. അതിൻ്റെ എല്ലാ വശങ്ങളും അത് സംബന്ധിച്ചുള്ള ആത്മീക ചിന്തകളും കഴിഞ്ഞ എപ്പിസോഡിൽ കൈമാറിയതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ അന്ന് പറയാതെ പോയ ഒരു സങ്കേത നഗരമാണ് ബേസർ, അഥവാ അർത്ഥം കോട്ട. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ കോട്ടയാണ്. കർത്താവിനെ പിൻപറ്റുന്നവർക്ക് അവൻ സങ്കേതവും കോട്ടയുമാണ്. എന്താണ് കോട്ടയെ കാണിക്കുന്നത്? കോട്ട സുരക്ഷിതത്വത്തെ കാണിക്കുകയാണ്. സുരക്ഷിതമാണ് കോട്ട. ആത്മാക്കൾക്ക് സുരക്ഷിതമായിരിക്കാൻ കർത്താവിനെ പിൻപറ്റുന്നവരുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് കാണിക്കുന്നു. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം ദാവീദ് ഇങ്ങനെ പാടി: യഹോവ എൻ്റെ ജീവന്റെ വെളിച്ചം, എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ബലമാണ്, യഹോവ എൻ്റെ വെളിച്ചമാണ്. അവൻ എൻ്റെ ബലമായും അവൻ എൻ്റെ വെളിച്ചവുമാണ്. 18-ാം സങ്കീർത്തനം നോക്കൂ. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, 18-1: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ ഗോപുരവുമാകുന്നു. യഹോവ എൻ്റെ കോട്ടയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ ശൈലമാണ്, അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ എനിക്ക് ഉറപ്പുള്ളൊരു ഗോപുരമാണ്. ഇങ്ങനെ സങ്കീർത്തനക്കാരന്റെ മനസ്സിലെ വൈകാരികമായ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് അവൻ ദൈവജനത്തോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല, എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു യഹോവയില്ല, എൻ്റെ ദൈവത്തെ പോലെ നല്ലവനായി ആരുമില്ല. ഭാരതത്തിൽ ധാരാളം കോട്ടകൾ നമുക്ക് കാണാം. ജയ്പൂർ ചെന്നാൽ, ജോധ്പൂർ ചെന്നാൽ, രാജസ്ഥാനിൽ ചെന്നാൽ, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ തീർത്ത
വലിയ വലിയ കോട്ടകൾ കാണാം. കേരളത്തിലുമുണ്ട് ധാരാളം കോട്ടകളും കൊട്ടാരങ്ങളും. എന്തിനായിരുന്നു കോട്ടകൾ? രാജാക്കന്മാരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടായിരുന്നു. കോട്ടയ്ക്കകത്ത് ശത്രുക്കൾ കയറിയാൽ ആ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രഹസ്യമായ അണ്ടർഗ്രൗണ്ട് പാത്തുകൾ ഉണ്ടായിരുന്നു. അത്രമാത്രം സുരക്ഷിതത്വം നൽകുന്ന ഒന്നായിരുന്നു കോട്ടകൾ. അത് ഭാരത മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും രാജാക്കന്മാർ ഭരിച്ച എല്ലാ സ്ഥലങ്ങളിലും കോട്ടകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, കൊത്തളങ്ങളുണ്ട്. അത് സ്വാഭാവികമായി രാജാക്കന്മാർ സൂക്ഷിക്കുന്നു. ഇന്ന് നമ്മൾക്കെല്ലാം അവ പുരാവസ്തുക്കളായി സംരക്ഷിക്കപ്പെടുകയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അത് നീക്കിവെക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കോട്ടകൾ സംരക്ഷണത്തെ കാണിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും സംരക്ഷണ കവചമൊരുക്കുന്നത് ഈ ലോകത്തിന്റെ സെക്യൂരിറ്റി ഫോഴ്സ് അല്ല. ഇസഡ് കാറ്റഗറിയിലുള്ളവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു സംരക്ഷണമല്ല, ഒരു സെക്യൂരിറ്റി അല്ല നമുക്ക് ലഭിക്കുന്നത്. സ്വർഗീയ സൈന്യങ്ങളുടെ അകമ്പടിയോടെ യേശു ക്രിസ്തുവാകുന്ന കോട്ടയ്ക്കകത്ത് നമ്മൾ സ്വതന്ത്രമായി പാർക്കുകയാണ്. വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ കോട്ടയ്ക്കകത്താണോ അതോ നാം ഈ കോട്ടയ്ക്ക് പുറത്താണോ? ഒന്നുകിൽ കോട്ടയ്ക്കകത്ത് കിടക്കണം, അതല്ലെങ്കിൽ കോട്ടയ്ക്ക് പുറത്തായിരിക്കണം. പലരും കോട്ടയ്ക്കകത്തോട്ട് പോകുകയുമില്ല, കോട്ടയ്ക്ക് പുറത്തേക്കും പോകുകയില്ല. കോട്ടവാതിൽക്കൽ ഇരിക്കുന്നവർ ധാരാളം. കോട്ടവാതിൽക്കൽ ഇരുന്നാൽ രക്ഷപ്പെടില്ല കുഞ്ഞെ, രക്ഷപ്പെടില്ല. വാതിലിനകത്ത് കടക്കണം. അബ്നേർ ദാവീദിന്റെ സേനാനായകൻ ഒരുവനായിരുന്നു. ദാവീദിന്റെ പ്രിയപുരുഷനായിരുന്നു. അബ്നേറിന്റെ രക്തപ്രതികാരകൻ. അബ്നേറിനെ പിന്തുടരുന്നത് അവൻ അറിയാമായിരുന്നു. അവൻ പാർത്തിരുന്നത് ഹെബ്രോനിലായിരുന്നു. ഹെബ്രോൻ ഒരു സങ്കേത നഗരമായിരുന്നു. ഒരു രക്തപ്രതികാരകൻ പിറകിലുണ്ടെന്ന് മനസ്സിലായാൽ അവനെ ഓടിച്ചെന്ന് സങ്കേത പട്ടണത്തിൽ വിശ്രമിക്കാമായിരുന്നല്ലോ. എന്നാൽ അവനത് ചെയ്തില്ല. അവൻ ആ പട്ടണവാതിൽക്കൽ വെച്ച് കുത്തേറ്റു മരിച്ചു. അവനെ കുറിച്ച് ദാവീദ് വിലപിക്കുമ്പോൾ, അബ്നേരേ, നീ ഒരു നീചനെ പോലെ അല്ലെങ്കിൽ ഒരു ഭോഷനെ പോലെ എന്തിനു മരിച്ചു? അബ്നേരേ, നീ ഇങ്ങനെ മരിക്കേണ്ടവനാണോ? പദം പറഞ്ഞു കരഞ്ഞു ദാവീദ്. സങ്കേത പട്ടണത്തിന്റെ വാതിൽക്കൽ കുഴഞ്ഞു വീണ് മരിക്കരുത് സുഹൃത്തെ. ആത്മരക്ഷ നഷ്ടപ്പെടുത്തരുത്. എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവം തന്ന കൃപകളെ വൃഥാവാക്കിക്കൂടാ. ഏത് വിധത്തിലും സങ്കേത നഗരത്തിൽ കടന്ന് നാം രക്ഷ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ കോട്ടയാണ്. അവൻ നമ്മുടെ സങ്കേത നഗരമാണ്. അവൻ എൻ്റെ ശൈലമാണ്, അവൻ എൻ്റെ പാറയാണ്, അവൻ എൻ്റെ ഗോപുരമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കേത നഗരം, നമ്മുടെ കർത്താവ് നമ്മുടെ കോട്ട, നമ്മുടെ കർത്താവ് നമ്മുടെ ശൈലം, അവൻ നമ്മുടെ പാറ. നമ്മുടെ സുരക്ഷിതത്തിനു വേണ്ടി കുഴിമുയലിനെ കുറിച്ച് ശലോമോൻ പറയുന്നുണ്ടല്ലോ.
കുഴിമുയൽ ഒരു ചെറിയ ജീവിയാണ്. പക്ഷേ കുഴിമുയൽ മാളമുണ്ടാക്കുന്നത് പാറയ്ക്കകത്താണ്. പാറയിൽ ചെറിയ ഗഹ്വരങ്ങൾക്കകത്ത് കുഴിമുയൽ പാർക്കുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ. നമുക്ക് രക്ഷപ്പെടാൻ ഒരു പാറയുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു എന്ന പാറയാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കോട്ടയും നമ്മുടെ സങ്കേതവും നമ്മുടെ ശൈലവും നമുക്ക് ഒളിക്കാനുള്ള സങ്കേതവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ബേസർ എന്ന സങ്കേത പട്ടണം കർത്താവിലുള്ള സുരക്ഷിതത്വത്തെ കാണിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സങ്കേത നഗരം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മറ്റ് സങ്കേത നഗരങ്ങളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാകയാൽ ഞാൻ ആ ഭാഗം വിടട്ടെ. ഇന്ന് നമുക്ക് തുടർന്ന് യോശുവയുടെ പുസ്തകം 21 അധ്യായത്തിലേക്ക് കടന്നു വരാം. 21 അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് ലേവ്യർക്ക് ലഭിച്ച 48 പട്ടണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. അവിടെ പറയുന്ന 48 പട്ടണങ്ങളും 12 ഗോത്രങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ലേവ്യരുടെ ശുശ്രൂഷകൾ 12 ഗോത്രങ്ങൾക്കും നന്നായി ലഭിച്ചു. അവർക്ക് പ്രത്യേകമായ ഒരു അവകാശ ദേശം ഉണ്ടായിരുന്നില്ല. 12 ഗോത്രങ്ങളിൽ നിന്നും ലേവ്യർക്കുള്ള അവകാശം കൊടുക്കുകയായിരുന്നു. ലേവ്യർക്ക് ലഭിച്ച പട്ടണങ്ങളെ സംബന്ധിച്ച് 21 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. കനാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇവർ ചിതറിപ്പാർത്തു. സങ്കേതനഗരങ്ങൾ 6 ലേവ്യരുടെ അവകാശത്തിലായിരുന്നു. അതിന്റെ പ്രധാന സൂക്ഷിപ്പുകാരും അവർ തന്നെ ആയിരുന്നു. എല്ലാ ഗോത്രങ്ങളുടെയും നടുവിലായിരുന്നു ലേവ്യരുടെ വാസസ്ഥലങ്ങൾ. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ലേവ്യരുടെ ശുശ്രൂഷ ലഭിക്കാൻ എളുപ്പമായിരുന്നു. പ്രിയരെ, അതിന്റെ ഒടുവിലത്തെ വാക്യം നാം ഇന്ന് പ്രധാനമായി ചിന്തിക്കുന്നത് അവസാന വാക്യമാണ്. 21:45 വാക്യം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യഹോവയായ ദൈവം ദൈവജനത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ എല്ലാം നിവൃത്തിയായി. എല്ലാ വാഗ്ദാനങ്ങളും നിവൃത്തിയായി. ഇത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പ്രത്യേകതയാണ്. ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്താൽ അവനത് നിവർത്തിപ്പാൻ ശക്തനാണ്. പ്രശ്നങ്ങളല്ല നമ്മെ പലപ്പോഴും കുഴയ്ക്കുന്നത്. പ്രശ്നങ്ങൾക്കകത്ത്, പ്രതിസന്ധികൾക്കകത്തുള്ള ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ് നമ്മെ കുഴപ്പിക്കുന്നത്, നമ്മെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. നമ്മൾക്കൊരു തിരിച്ചറിവ് വേണം. എന്ത്? ഞാൻ പ്രതിസന്ധിയിലായിരിക്കുന്നത്, അതിന്റെ കാരണം എന്താണ്? ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് വേണം. അതൊരു വിശ്വാസിക്ക് അനിവാര്യമാണ്. അതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ മുൻപോട്ട് നയിക്കുന്നു. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പഠിക്കേണ്ട ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. കാരണം ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദൈവമക്കളാണ്.
അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ദൈവമക്കൾക്ക് ഈ ലോകം അനുകൂലമല്ല. ലോകത്തിന്റെ 5 വൻകരകളിലും കഴിയുന്ന സകല ദൈവമക്കൾക്കും പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും നമ്മൾ നമ്മെ ഭാരപ്പെടുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്രതിസന്ധി എൻ്റെ ദൈവം അനുവദിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിന് എന്നെ കുറിച്ച് നല്ല പദ്ധതികൾ അവൻ്റെ മുന്നിലുണ്ട്. എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവീക പദ്ധതികളൊന്നും വൃഥാവല്ല, എല്ലാം എൻ്റെ നന്മയ്ക്കുള്ളതാണ്. നാളെ ഞാൻ ആരായിത്തീരണം എന്നുള്ളതിനെ കുറിച്ച്, ഞാൻ എവിടെ ചെല്ലണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായ വെളിപ്പാടുകൾ ലഭിച്ചാൽ നമുക്ക് പ്രതിസന്ധികൾ അലങ്കാരമാണ്. ഏറ്റവും ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 40 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യൗസേപ്പ് കടന്നുപോയ പ്രതിസന്ധികൾ. സ്വന്തം സഹോദരങ്ങൾ യൗസേപ്പിന് ജാതികൾക്ക് വിറ്റില്ലേ, പണം വാങ്ങിച്ച് കീശയിലിട്ടു സഹോദരങ്ങൾ. അവിടെ മുതൽ യൗസേപ്പിന്റെ പ്രതിസന്ധികൾ ആരംഭിച്ചു. അപ്പനെ വിട്ടുപിരിഞ്ഞു, അമ്മ മരിച്ചുപോയി, സഹോദരൻ ആരെയും കിട്ടാതെയായി, ഒടുവിൽ അവൻ തടവറയിലായി, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അവൻ മിസ്രയീമിലെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായി. എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തു. അവിടെയൊന്നും യൗസേപ്പ് പതറാത്തതിന്റെ കാരണം എൻ്റെ ദൈവം എല്ലാ പ്രതിസന്ധികളെയും നന്മയ്ക്കാക്കി മാറ്റുന്നവനാണെന്നുള്ള തിരിച്ചറിവ് യൗസേപ്പിനുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ ദൈവം എന്നെ സഹായിക്കും. അത്രമാത്രം വിശ്വസിക്കാൻ കാരണം യൗസേപ്പിന്റെ ജീവിതം വളരെ ക്ലിയർ ആയിരുന്നു, വളരെ വിശുദ്ധമായിരുന്നു, ഉറപ്പായിരുന്നു. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. യൗസേപ്പിന്റെ ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടയാളമാണ് പൊത്തിഫേറിന്റെ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയത്. വേണമെങ്കിൽ അവന് അതിനോട് സൈഡ് നിൽക്കാം. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവത്തിനു വേണ്ടി വേർതിരിച്ച് ജീവിക്കുന്നതാണ് മഹത്വം എന്ന് മനസ്സിലാക്കിയ യൗസേപ്പ് ഇറങ്ങി ഓടി. പ്രതിസന്ധികൾക്കകത്തും തളർന്നില്ല. പ്രതിസന്ധികളുടെ അപ്പുറത്ത് നല്ലവനായ തേജോമയനായ ദൈവത്തിന്റെ മുഖം യൗസേപ്പ് കണ്ടു. ദൈവമക്കളെ, നമ്മൾക്ക് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ എല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് വലം കൈ കൊടുക്കൂ. ദൈവം എൻ്റെ പ്രതിസന്ധിയിൽ ഒരു വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈനംദിന കാര്യത്തിൽ കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനും മതിയായവരുമാണ്. ആകയാൽ തളരാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങയിൽ ആശ്രയിപ്പാൻ, അങ്ങാകുന്ന കോട്ടയിൽ ശരണം പ്രാപിപ്പാൻ, അങ്ങയുടെ വാഗ്ദത്തങ്ങളെ വിശ്വസിപ്പാൻ, വാഗ്ദത്തങ്ങളെ അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. വചനം കേട്ട എല്ലാവരോടും കരുണയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.